ഉമ്മ റമദാൻ മാസം തുടങ്ങുമ്പോ തന്നെ ക്ഷീണാല് നിങ്ങക്ക് അത്താഴം കഴിക്കല്ലേ? അത്താഴം നിർബന്ധമായിട്ടും കഴിക്കണം. കാരണം നമ്മൾ ഈ 12 മുതൽ 14 മണിക്കൂർ വരെ നോമ്പ് എടുക്കുന്നവരാണ്. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഊർജം കിട്ടുക അത്താഴത്തിൽ നിന്നാണ്. അപ്പൊ ആരോഗ്യപരമായിട്ട് നമുക്ക് നോമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്താഴം നിർബന്ധമാണ്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള തന്നെ തസഹറു ഫ ഇന്ന ഫി സുഹൂരി ബർക്കതാണ്. അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടെന്നാണ്. അപ്പോൾ നോമ്പ് പരിപൂർണമായി കിട്ടണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക. അത്താഴത്തിന് എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിൽ 1 ഗ്ലാസ് വെള്ളം കുറച്ച് എന്ത് ചെയ്യുക, നാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ദുപ്പിട്ടിട്ട് കുടിക്കുക. എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തായിരിക്കും കൂടുതൽ നേരം ജലാംശം നിലനിൽക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പെട്ടെന്ന് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓട്സ്, മട്ടരി കൊണ്ടുള്ള ചോറ്, അതുപോലെ തന്നെ അവിലുണ്ടല്ലോ, മട്ടരിയുടെ അവില്, അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് മെല്ലെ ഡൈജസ്റ്റ് ആവുള്ളൂ. എന്ത് ചെയ്യും? കുറേ നേരം നമ്മുടെ ശരീരത്തിന് എനർജി തരും അങ്ങനത്തെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് കോഴിമുട്ട, ചിക്കൻ, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഒരു നല്ല ഒരു സോഴ്സാണ് എന്ത്, ഗ്രീക്ക് യോഗട്ട് അല്ലാന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്. നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ നല്ലൊരു പ്രോബയോട്ടിക്കിന്റെ സോഴ്സാണ്. പിന്നെ തന്നെ നമ്മൾ അത്താഴത്തിൽ നല്ല കൊഴുപ്പ് ഉൾപ്പെടുത്താം. പശു നെയ്യ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൽ ഉപയോഗിക്കാം. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നല്ല ഉപ്പുള്ള ഭക്ഷണങ്ങളും പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ചായയും കാപ്പിയിലൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ തണ്ണിമത്ത, ഓറഞ്ച്, ആപ്പിൾ പോലത്തെ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ.